ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു ശ്രദ്ധേയമായ നിമിഷത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നു. ഒരു യുവഹൃദയത്തിന് പോലും കൈവശമാക്കാൻ കഴിയുന്ന അഗാധമായ ജ്ഞാനവും ലക്ഷ്യവും എടുത്തു കാണിക്കുന്നു. ഇന്നത്തെ വചനം നമ്മെ 12-ാം വയസ്സിൽ അവൻ്റെ മാതാപിതാക്കളായ മേരിയും ജോസഫും വാർഷിക പെസഹ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ജെറുസലേമിൽ താമസിച്ച സമയത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. 3 ദിവസത്തെ ഉത്കണ്ഠാകുലമായ തിരച്ചിലിന് ശേഷം അവർ അവനെ ദേവാലയത്തിൽ ഗുരുക്കന്മാരുടെ ഇടയിൽ ഇരുന്ന് അവരെ ശ്രദ്ധിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും കണ്ടെത്തി. കേട്ടവരെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും ആശ്ചര്യപ്പെട്ടു. ഈ ആഖ്യാനം നമ്മുടെ പ്രായം കണക്കിലെടുക്കാതെ ജ്ഞാനവും വിവേകവും തേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കാനും പണ്ഡിതന്മാരുമായി അർത്ഥവത്തായ സംഭാഷണത്തിൽ ഏർപ്പെടാനുമുള്ള യേശുവിൻ്റെ ആഗ്രഹം ആത്മീയ വളർച്ചയോടുള്ള പ്രതിബദ്ധതയും അറിവിനായുള്ള ദാഹവും പ്രകടമാക്കുന്നു. ജിജ്ഞാസയും അന്വേഷണാത്മകവുമായ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും സത്യം അന്വേഷിക്കാനും ചുറ്റുമുള്ളവരിൽ നിന്ന് പഠിക്കാനും തുറന്നിരിക്കാനും ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ദൈവിക ഉദ്ദേശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മേരിയും ജോസഫും തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ യേശു പ്രതികരിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ അഗാധമായ പ്രസ്താവന തൻ്റെ ദൈവിക ദൗത്യത്തെക്കുറിച്ചുള്ള അവബോധം വളരെ ചെറുപ്പത്തിൽ പോലും വെളിപ്പെടുത്തുന്നു. നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും നാം സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശം പരിഗണിക്കാനും അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും സവിശേഷമായ ഒരു വിളിയുണ്ട്. ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള സേവനത്തിൽ നാം പിന്തുടരേണ്ട ഒരു പാത. ആശങ്കയും പിന്നെ ആശ്വാസവും നിറഞ്ഞ മേരിയുടെയും ജോസഫിൻ്റെയും യാത്ര നമ്മുടെ മാതാപിതാക്കളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹത്തെയും മാർഗനിർദ്ദേശത്തെയും ഓർമ്മിപ്പിക്കുന്നു. നമ്മെ പരിപാലിക്കുന്നവരെ ബഹുമാനിക്കാനും അഭിനന്ദിക്കാനും അവരുടെ ഉത്കണ്ഠ പലപ്പോഴും സ്നേഹത്തിൻ്റെ അഗാധമായ കിണറ്റിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആഹ്വാനമാണിത്. സാരാംശത്തിൽ സുവിശേഷ ഭാഗം ജ്ഞാനം പിന്തുടരാനും നമ്മുടെ ദൈവിക ഉദ്ദേശം സ്വീകരിക്കാനും നമ്മുടെ യാത്രയിൽ നമ്മെ പിന്തുണയ്ക്കുന്നവരുടെ സ്നേഹവും മാർഗനിർദ്ദേശവും വിലമതിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എഴുതിയ മഹത്തായ ഒരു കഥയുടെ ഭാഗമാണ് നാം എല്ലാവരും
എന്നറിഞ്ഞുകൊണ്ട് ജിജ്ഞാസയോടെയും ആഴത്തിലുള്ള ആത്മീയ ലക്ഷ്യബോധത്തോടെയും ജീവിക്കാനുള്ള ആഹ്വാനമാണിത്. മറിയം താൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ എല്ലാം എങ്ങനെ സൂക്ഷിച്ചുവെന്നും നാം കേട്ടു. കുഞ്ഞ് യേശുവിനെ ജനിച്ച് അധികം താമസിയാതെ അതേ ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന നിമിഷം ദൈവപുരുഷനായ ശിമയോൻ കുട്ടി സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കുറിച്ച് അവൾ നേരത്തെ അനുഭവിച്ചതും സാക്ഷ്യം വഹിച്ചതുമായ കാര്യങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടായിരുന്ന അന്ന പ്രവാചകി പ്രതിധ്വനിച്ചു. ഇതെല്ലാം മേരി തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ തൻ്റെ പുത്രനെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. തൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് അവൾ അവനോട് കാണിച്ച അതിശയകരമായ സ്നേഹം, തൻ്റെ പ്രിയപുത്രൻ തൻ്റെ പീഡാനുഭവ നിമിഷത്തിൽ കുരിശിൽ കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ കണ്ട വലിയ സങ്കടത്താൽ തുളച്ചു കയറുന്ന അവളുടെ ഹൃദയത്തിൽ വലിയ ഭാരവും വേദനയും അവൾ വഹിക്കും. എന്നിരുന്നാലും അവൾ അപ്പോഴും സ്വയം സമർപ്പിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ കുരിശിൻ്റെ കാൽവരെ പിന്തുടർന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദൈവം തൻ്റെ ജനത്തോട് മുമ്പ് കാണിച്ച അതേ സ്നേഹമാണിത്. യേശയ്യാ പ്രവാചകനിലൂടെ അവൻ അവരോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നിസ്വാർത്ഥവും അനുകമ്പയും അത്ഭുതകരവുമായ ഒരു സ്നേഹം എപ്പോഴും പരിപോഷിപ്പിക്കുന്നതും യഥാർത്ഥവുമായ സ്നേഹം എപ്പോഴും ക്ഷമയുള്ളതും ജീവൻ നൽകുന്നതുമായ സ്നേഹം. അതേ സ്നേഹമാണ് മറിയം നമുക്കെല്ലാവർക്കും നൽകിയത്. അവൾ തൻ്റെ പ്രിയപ്പെട്ട മക്കളായി സ്വീകരിച്ചു. നമ്മയെല്ലാം കർത്താവ് തന്നെ ഭരമേൽപ്പിച്ചതുപോലെ അവൻ്റെ വികാരത്തിൻ്റെയും മരണത്തിൻ്റെയും നിമിഷത്തിൽ അത് നമുക്ക് അവളുടെ മക്കളാകാം. അവൾ നമ്മുടെ അമ്മയാകാം. ചരിത്രത്തിലുടനീളം നമ്മുടെ സ്നേഹനിധിയായ മാതാവ് സഭയിലെ വലിയ സംഘർഷങ്ങളുടെയും വലിയ പ്രയാസങ്ങളുടെയും കാലത്ത് വിവിധ ആളുകൾക്ക് സ്വയം കാണിച്ചു കൊടുത്തു. അവളുടെ പ്രത്യക്ഷീകരണത്തിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അവളുടെ സ്നേഹവും എല്ലാവരെയും വിളിക്കാൻ അവൾ നടത്തിയ പരിശ്രമങ്ങളും അനേകർ സ്പർശിച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക്. മേരിയുടെ ഏറ്റവും അത്ഭുതകരവും സ്നേഹം നിറഞ്ഞതുമായ ഇമ്മാക്കുലേറ്റ് ഹാർട്ട് തീർച്ചയായും നമ്മിൽ ഓരോരുത്തർക്കും ഈ ഉദാരമായ സ്നേഹം കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മയെല്ലാം അവളുടെ പുത്രനിലേക്ക് നയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്നേഹനിധിയായ അമ്മയെന്ന നിലയിൽ സ്വാഭാവികമായും നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മിൽ ആരും തനിക്കോ അവളുടെ പുത്രനോ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മെ എല്ലാവരെയും നാശത്തിലേക്കും നയിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പ്രതീക്ഷയൊന്നും ബാക്കിയില്ല, ഇരുട്ടും നിരാശയും മാത്രം. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, നമ്മുടെ സ്നേഹനിധിയായ അമ്മയും നമ്മുടെ കർത്താവിൻ്റെയും ദൈവത്തിൻ്റെയും അമ്മയുമായ മറിയം അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്തെ നമുക്ക് വിലമതിക്കാം. നമുക്കെല്ലാവർക്കും അവളോടും അവളുടെ പുത്രനോടും നമ്മുടെ കർത്താവും ദൈവവുമായ കൂടാതെ പരസ്പരം ഒരേ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും പ്രവൃത്തികളിലും നമ്മുടെ ദൗത്യത്തിനും യോജിച്ചതുമായ സ്നേഹത്താൽ നിറയാൻ കഴിയും. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. അതായത് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. നമുക്കെല്ലാവർക്കും പരസ്പരം ഉദാരമായി സ്നേഹിക്കുന്നത് തുടരാം. ഒപ്പം എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്നേഹനിർഭരമായ മാതൃകകൾ പിന്തുടരുകയും ചെയ്യാം. മറിയത്തിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ ഹൃദയമേ, സ്നേഹനിധിയായ അമ്മേ, അങ്ങയുടെ എല്ലാ മക്കൾക്കും വേണ്ടി ഇപ്പോഴും എപ്പോഴും അപേക്ഷിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.